തിരുസഭ നമുക്കെന്നും പുതിയ വിശുദ്ധരെ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ചില ദിവസങ്ങളിൽ 1, 2, 3 അതിലധികവും വിശുദ്ധരെ കത്തോലിക്കാ തിരുസഭ സാർവത്രിക സഭയുടെ ഔദ്യോഗിക വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നു. വിശുദ്ധ മദർ തെരേസ മരിക്കുന്നതിന് മുമ്പേ ജീവിക്കുന്ന വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. പലപ്പോഴും പ്രസംഗങ്ങൾക്കിടയിൽ ജീവിക്കുന്ന വിശുദ്ധയായ മദർ തെരേസ എന്ന് പറഞ്ഞതിന് തൊട്ട് തന്നെ മറ്റൊരു വിശേഷണം കൂടി ഞാൻ ചേർക്കാറുണ്ടായിരുന്നു. മദർ തെരേസ മരിക്കുന്നത് വരെയും വിശുദ്ധി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുകയില്ല കേട്ടോ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു വ്യക്തി മരണം വഴി ഈ ലോകത്ത് നിന്നും അകന്നു പോകുന്ന നിമിഷം വരെയും ഉത്തമ കത്തോലിക്ക വിശ്വാസിയായി ജീവിച്ചെങ്കിൽ മാത്രമേ, അഥവാ കത്തോലിക്ക വിശ്വാസത്തെ തള്ളിപ്പറയാതെ ജീവിച്ചെങ്കിൽ മാത്രമേ കത്തോലിക്ക സഭയുടെ അംഗീകൃത വിശുദ്ധരുടെ ഗണത്തിൽ ആളെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും മാനുഷികമായ വീക്ഷണത്തോടു കൂടി നമ്മളൊരു വ്യക്തിയിൽ കണ്ടാലും മരണാനന്തരം സഭ ഔദ്യോഗികമായി ഒരു വ്യക്തിയെ വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യുക്തിയും ബുദ്ധിക്കുമൊന്നുമല്ല അവിടെ സ്ഥാനം. മറിച്ച് വിശ്വാസത്തിലുള്ള കൂട്ടായ്മയിലാണ് ആ വ്യക്തിയെ വിശുദ്ധയായി അൾത്താരയിൽ വണങ്ങുകയും ബഹുമാനിക്കുകയും ആളുടെ ജീവിതത്തിന് സാർവത്രിക കത്തോലിക്ക സഭ നൽകിയ പാരിതോഷികം, അംഗീകാരം, അവാർഡ് അല്ലെങ്കിൽ അതിലേറെ ഉപരിയായുള്ള ശ്രേഷ്ഠ സ്ഥാനം നൽകിയതോർത്ത് ലോകാവസാനം വരെ ആളെ അംഗീകരിക്കുവാനും ആളുടെ നന്മകൾ അനുകരിക്കുവാനും സഭ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു, അഥവാ പ്രേരിപ്പിക്കുന്നു. കുറച്ചുകൂടി കഠിനമായ വാക്കിൽ സഭ നമ്മോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഈ അർത്ഥത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് ഇന്നും അനേകം വിശുദ്ധർ കടന്നു വന്നിട്ടുണ്ട്. അതിൽ ഒരു പുതിയ ആളെ കൂടി ഇവിടെ നമ്മൾ ശ്രദ്ധാവിഷയമാക്കുകയാണ് ചെയ്യുന്നത്. ഈ വിശുദ്ധൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആധുനിക യുഗത്തിലെ, അതായത് ഇപ്പോഴത്തെ ഈ വർത്തമാന കാലത്തിൽ സാമാന്യം തരക്കേടില്ലാത്ത കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന, കുറവുകളും കുറ്റങ്ങളും ഇല്ലാത്ത, യാതൊരുവിധ ദുഃഖവും മുഖത്ത് പേറാത്ത, സൗഭാഗ്യത്തിൻ്റേതായ അംഗീകാരത്തിൻ്റേതായ സാമ്പത്തിക സാമൂഹിക മേഖലകളിലെല്ലാം രണ്ടാമതൊന്ന് എന്ന് മാറ്റി നിർത്താത്ത ഉന്നത ശ്രേണിയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ വ്യക്തി എന്ന് നമ്മളെക്കൊണ്ട് പെട്ടെന്ന് തോന്നിപ്പിക്കുകയാണ്. ഇവിടെ എൻ്റെ വ്യക്തിപരമായ മറ്റൊരഭിപ്രായം ഞാൻ പറയുകയാണ്. എൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ കടന്നു വന്നാൽ അവരുടെ മുഖ അഥവാ ശരീരഭാഷയായി ഞാൻ കാണുന്നത് ഗത്സമേൻ തോട്ടത്തിലെ രക്തം വിയർക്കുന്ന യേശുവിൻ്റെ മുഖമല്ല, അതിലുമപ്പുറം കുരിശിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് തന്നെ, ദൈവം തന്നെയായവൻ വിലപിക്കുന്ന പ്രലാപവാനായ, മുൾമുടിയേറ്റ, ശരീരമാസങ്കലം മുറിവേറ്റ, കണ്ണീരിൻ്റെ കടൽ ഭൂമുഖത്ത് മുഴുവൻ ഒഴുക്കുന്ന, രക്തസാക്ഷിത്വത്തിൻ്റെ മഹാവേദനകളും തിക്താനുഭവങ്ങളും ഈ പ്രപഞ്ചത്തിലാകെ ചുടുനിണമായിട്ട് ഒഴുക്കുന്ന യേശുവിൻ്റെ ദുഃഖാർത്തമായ നിരാശാപൂർണമായ മുഖമായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധൻ്റെ മുഖം എന്ന് ഞാൻ ഇന്നും എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു, സൂക്ഷിക്കുകയും ചെയ്യും. എങ്കിലും തിരുസഭ വിശുദ്ധ കാർലോ അക്യൂട്ടിസ് എന്ന ഈ മിടുമിടുക്കനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച നിലയിൽ ഞാനും അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. വിശുദ്ധരെല്ലാം മ്ലാനവതരാകണമെന്നോ സദാവി വ്യാകുലമാതാവിൻ്റെ മുഖം സ്വന്തം മുഖത്ത് പ്രതിഫലിപ്പിക്കുവാനായിട്ട് ആവശ്യത്തിനത്ര പെയിൻറ്റ് അടിക്കപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തരം ദുഃഖ കഥാപാത്രമായി അഭിനയിക്കണമോ എന്നൊന്നും ഇതിനർത്ഥമില്ല. അൽഫോൻസാമയുടെ
വേദന നിറഞ്ഞ ദുഃഖത്തിൻ്റെ അവസ്ഥകളിൽ ആ വിശുദ്ധയുടെ അടുത്തെത്തിയ ആ വിശുദ്ധയുടെ കുമ്പസാരക്കാർ ഒന്നടങ്കം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഇത്രയധികം ആന്തരിക വേദനകൾ അനുഭവിച്ചിരുന്ന അൽഫോൻസാമയുടെ മുഖത്ത് മ്ലാനതയുടെയും ദുഃഖത്തിൻ്റേതുമായ അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു എങ്കിലും അതിനെയെല്ലാം മറികടക്കുമാറെ ഇന്നൊരു പൂർണ്ണ ചന്ദ്രഗ്രഹണ ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രഗ്രഹണ ദിവസം നമുക്കറിയാം, ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോൾ സൂര്യൻ്റെ മുഴുവനായ പ്രകാശത്തിൽ ചന്ദ്രൻ വിളങ്ങാതെ അവിടെ മ്ലാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഇതുപോലെ തന്നെ വിശുദ്ധരായ വ്യക്തികളിലേക്ക് വിളങ്ങി നിൽക്കുന്ന ദൈവപ്രകാശത്തിൽ അതിൻ്റെ ഇടയിൽ ഉള്ള ദുഃഖങ്ങൾ, നിരാശ, വേദന, അവഗണന, ചെയ്യാത്ത തെറ്റ് എന്ന് വിളിച്ചു പറയുന്നതിലുള്ള തിക്താനുഭവങ്ങൾ, അംഗീകാരം നൽകേണ്ടത് നൽകാതിരിക്കുന്നതിലുള്ള ഇച്ഛാഭംഗങ്ങൾ തുടങ്ങിയ അനേകം കാർമേക പടലങ്ങളുടെ നിഴലുകൾ ക്രിസ്തുവാകുന്ന ദൈവമാകുന്ന വലിയ വെള്ളി വെളിച്ചത്തെ മ്ലാനവദനമാക്കി തീർക്കുന്ന നിഴൽ പ്രകാശങ്ങളെ ഒരു നിമിഷത്തേക്കെങ്കിലും മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ അടുക്കലെത്തുന്ന സന്ദർശകരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന വിശുദ്ധാത്മാക്കളാണ് വിശുദ്ധർ. അവരിൽ ഒരാളാണ് എന്നാണ് വിശുദ്ധ കാർലോ അക്യൂട്ടിസിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. വിശുദ്ധരുടെ പദവിയിലേക്ക് എത്തിച്ചേരുന്നത് ജനിക്കുമ്പോൾ മുതൽ മരണം വരെയും തുടരുന്ന ഒരു പ്രക്രിയയല്ല, മറിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ മുതൽ മരണം വരെയും തുടരുന്ന ഒരു പ്രക്രിയയാണ്. അവിടെയാണ് മഗ്ദലന മറിയം വിശുദ്ധരുടെ ഗണത്തിലേക്ക് സ്വീകരിച്ച് വണങ്ങപ്പെടുന്നത്. അവിടെയാണ് തൻ്റെ ലൗകിക ജീവിതത്തിനിടയിൽ വന്നു ചേരാവുന്ന എല്ലാവിധ പാപക്കറകളിലും മുഴുകിയിട്ടും അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി വിശുദ്ധ അഗസ്തീനോസ് വിശുദ്ധനായിട്ട് തീരപ്പെട്ടുന്നത്. ചാവറയച്ചൻ തൻ്റെ കുടുംബത്തിൻ്റെ മോശമായ അന്തരീക്ഷത്തിൽ നിന്ന് വൈദികനായി തിരിച്ച് വൈദികത്വം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകുവാനായിട്ടുള്ള വലിയ പ്രേരണയും ദൈവനിശ്ചയവും ഉണ്ടായപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെ മറന്നു കളയുകയല്ല, കുടുംബത്തിൻ്റെ തുടർച്ചയെ നിലനിർത്തുവാനായി സ്വന്തം സഹോദരിയെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ആക്കി ഉത്തരവാദിത്തങ്ങൾ ക്രമമായിട്ട് ചെയ്തതിന് ശേഷം സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിശുദ്ധ പദവിയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. ആ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസിൻ്റെ ആത്മീയ പുത്രിയെ വിശുദ്ധയാക്കി പ്രഖ്യാപിക്കുന്ന അതേ ദിനത്തിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുവാനായിട്ട് ഭാഗ്യം സിദ്ധിച്ചവനാണ് വിശുദ്ധ ചാവറയച്ചൻ. വിശുദ്ധ ചാവറയച്ചൻ്റെ പുത്രന്മാരിൽ ഒരാളായ ആധ്യാത്മിക പിതാവ് ആത്മീയ ഉപദേശം കൊടുത്ത് അതിൽ വളർത്തപ്പെട്ട അൽഫോൻസാമ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ വിശുദ്ധനാകുന്നതിന് മുൻപ് തന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് പറയുന്ന സത്യവും നാം മറന്നു പോകരുത്. ഇവിടെയൊക്കെ നമ്മുടെ അഹങ്കാരം അല്പം കുറച്ചുകൂടി വിനീത ഹൃദയരായി തീരുവാനും കുറച്ചുകൂടി ആത്മവിശ്വാസത്തിൽ ജീവിക്കുവാനും ഈ വിശുദ്ധ പ്രഖ്യാപനം നമ്മെ പ്രേരിപ്പിക്കുന്നു. വിശുദ്ധരുടെ ഗണത്തെ കണ്ട് ഭയപ്പെടുന്ന ചില വൈദികരെയും വൈദിക ശ്രേഷ്ഠരെയും ഉന്നത അധികാരികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സഭയിൽപ്പെട്ട ഒരാൾ വിശുദ്ധനായി ഇനി ആരും വിശുദ്ധർ വേണ്ട എന്ന് പറയുന്ന പക്ക വിഡ്ഢിത്തം വരെ പരസ്യമായിട്ട് വിളമ്പാനായിട്ട് മടിയില്ലാത്ത ആത്മീയ പിതാക്കന്മാർ ഇന്ന് CMI സഭയിലുണ്ട്. അവരുടെ അല്പത്വത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് കുറേ കൂടി ഞാൻ മോശമാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആവശ്യത്തിലധികം ഞാൻ മോശമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതൊന്നും ശരിയല്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും വിശുദ്ധരുടെ ഗണത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ചിലർ വേറൊരു അഭിപ്രായം പറയുവേ, ഞാൻ അറിയപ്പെടാത്ത വിശുദ്ധനായി ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെ സഭ വിശുദ്ധനായിട്ടൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് കഴിവുള്ള ദൈവം തൻ്റെ നിശ്ചയം നടത്തുന്നു എങ്കിൽ അതിനകത്ത് കയറി ഇടങ്കോലിടുവാൻ നമുക്ക് എന്താണ് അവകാശം? ഇതാ ഓണവും മദർ തെരേസായുടെ ഓർമ്മ ദിനവും നബിദിനവും അധ്യാപക ദിനവും എല്ലാം കൂടി ഒന്നിച്ചാണ് ഈ വർഷത്തെ ഓണം നമ്മുടെ മുമ്പിലെത്തിയത്. ഇതൊരു ഓണക്കാഴ്ചയാണ്. ഓണത്തിൻ്റെ ദിവസങ്ങൾ ഇന്നും നാളെയും നാളെ കഴിഞ്ഞുകൊണ്ട് തീരുന്നില്ല. 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, 4-ാം ഓണം, 5-ാം ഓണം അങ്ങനെ തുടരുകയാണ് ഓണം. ഇന്ന് ചതയം തിരുനാളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന വലിയ സിദ്ധാന്തം
പ്രപഞ്ചത്തിന് മുഴുവൻ വിളമ്പിയ മഹോന്നതനായ ദൈവമനുഷ്യനാണ്, ഗുരുശ്രേഷ്ഠനാണ്, മുനിവര്യനാണ് ശ്രീനാരായണ ഗുരു. പക്ഷേ യേശു ദൈവമാണ്. ആ ദൈവത്തിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും അതിലേക്ക് സർവരെയും ആകർഷിക്കുകയും ചെയ്യുന്നതിന് പിൻബലം നൽകുവാനായി വിളിക്കപ്പെട്ടവനാണ് ഓരോ കത്തോലിക്ക വിശ്വാസിയും. കത്തോലിക്ക വിശ്വാസി അവൻ്റെ കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കട്ടെ. അവൻ്റെ ചെയ്തികളിലേക്ക് മറ്റാരെയും ക്ഷണിക്കാതിരിക്കട്ടെ. അവൻ്റെ ചെയ്തികളും ജീവിത രീതിയും സംസ്കാരവും ക്രൈസ്തവ സംസ്കാരവും മറ്റുള്ളവരുടെ മുമ്പിൽ അടിച്ചേൽപ്പിച്ച് അവരെയെല്ലാം അടിമകളാക്കുന്ന പ്രക്രിയയോ സ്വഭാവമോ നമുക്കുണ്ടെങ്കിൽ അവ നിരുപാധികം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകട്ടെ. അപ്പോൾ മാത്രമേ ആധുനിക യുഗത്തിലെ ക്രൈസ്തവർക്കിടയിൽ നമുക്ക് വിശുദ്ധരുടെ നാമം പ്രഘോഷിക്കുവാനോ പറയുവാനോ അവകാശമുള്ളൂ. എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ വർഗങ്ങളെയും, എല്ലാ ഭാഷ സംസാരിക്കുന്നവരെയും, ഉയർന്നതോ താഴ്ന്നതോ ഏതുമാകട്ടെ എല്ലാ ജാതികളെയും, എല്ലാ കുടുംബ പാരമ്പര്യങ്ങളെയും, എല്ലാ വിശ്വാസ സത്യങ്ങളെയും ഒന്നിടവിടാതെ നശിക്കാതെ നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കുന്നവന് മാത്രമേ യേശുവിൻ്റെ ശിഷ്യനോ യേശുവിൻ്റെ പിന്തുടർച്ചയോ ആകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അക്ഷരത്തെറ്റുകൾ കൃത്യമായി മനസ്സിലാക്കിയാൽ അത് തിരുത്താൻ പറ്റാത്തവന് വിശുദ്ധരുടെ സമൂഹത്തിൽ സ്ഥാനം കൊടുക്കുവാൻ പാടില്ല. കൊടുത്താൽ അത് തെറ്റായ പ്രവണതയായിട്ട് മാറും. അതിനെ ചോദ്യം ചെയ്യാതെ ഇരുന്നാൽ അത് നമ്മോട് തന്നെ നമ്മൾ കാണിക്കുന്ന മഹാപാതകമായിട്ട് മാറും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ, അതുപോലെ എത്രയെത്ര വിശുദ്ധർ നമ്മുടെ മുൻപിലുണ്ട്. അവരൊക്കെയും ധീരമായി പട നയിച്ചത്, മുന്നോട്ട് പോയത് തിന്മയ്ക്കെതിരെ മാത്രമാണ്. ഒരു വ്യക്തികൾക്കുമെതിരെ ഇവരാരും പട നയിച്ചിട്ടില്ല. ഒരു വ്യക്തിയുടെയും വഴികൾ ഇവരാരും കല്ലും തടിയും കയറ്റി വെച്ചിട്ടില്ല. എന്തിന്? തങ്ങളുടെ ചിന്താഗതികൾക്കും വിശ്വാസത്തിനും എതിരായിട്ട് ഇവിടെ കടന്നു വന്ന ശീഷ്മിയോ അതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങളോ ഇവിടെ സൃഷ്ടിച്ച റോക്കോസിനെ പോലെയുള്ള വ്യക്തിയെ കോഴിക്കറി വെച്ച് കൊടുത്ത് ഊട്ടി ഭംഗിയായിട്ട് യാത്ര പറഞ്ഞയച്ച ഒരു മഹാത്മാവിൻ്റെ സ്മരണയിൽ അദ്ദേഹത്തെ വിശുദ്ധനായി നമ്മൾ അംഗീകരിക്കേണ്ടിയാണ് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു തുറവിയുടെ മനസ്ഥിതിയാണ് ഓരോ വിശുദ്ധ പ്രഖ്യാപനങ്ങളും നമ്മുടെ മുമ്പിൽ എടുത്തു വയ്ക്കുന്നത്. വലിയ വലിയ മഹത്വങ്ങൾ നമ്മളൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആകാശവിധാനങ്ങൾക്ക് മുകളിലെന്നോ താഴെയെന്നോ ഇടവിധാനത്തിലെന്നോ വിളിക്കാവുന്ന വിധം നൂറ്റാണ്ടുകളിലേറെ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ നാട്ടിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നേരെ കയ്യിൽ ഉറങ്ങുന്ന ഉണ്ണി മിശിഹായെ പിടിച്ചുകൊണ്ട് വള്ളത്തിൽ ഉറങ്ങിക്കിടന്ന മിശിഹായുടെ സ്മരണയെ നിലനിർത്തിക്കൊണ്ട് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസിൻ്റെ മാന്നാനത്തെ പള്ളിയുടെ മുഖവാരത്തിൽ നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ കണ്ടു വണങ്ങി സ്തുതിച്ചു വന്നിരുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഒരു പടി താഴേക്ക് ഇറക്കി വെച്ച പ്രവൃത്തിയെ ഇന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ യൗസേപ്പ് പിതാവിനെ താഴെ ഇറക്കി യൗസേപ്പ് പിതാവിൻ്റെ സഭയിലെ ചാവറയച്ചനെ ആകാശവിധാനങ്ങൾ യൗസേപ്പ് പിതാവിനൊപ്പം വെച്ചു. യൗസേപ്പ് പിതാവിൻ്റെ പരമ്പരാഗത രൂപം ഞങ്ങളെടുത്ത് വരാന്തയിൽ വെച്ചു. എന്തിന്? എല്ലാവർക്കും തൊടുവാൻ, മുത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ. വിശുദ്ധ സ്ഥാനങ്ങളെ താഴേക്ക് മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നു. താഴെയിരിക്കുന്ന വിശുദ്ധ സ്ഥാനങ്ങളെ ആകാശവിധാനങ്ങളിലേക്ക് ഉയർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. അത് യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടുന്ന് കുരിശിൽ തൂങ്ങിയപ്പോൾ ഭൂമിയിൽ നിന്ന് ഒട്ടേറെ ഉയരെയും ആകാശത്ത് നിന്ന് ഒട്ടേറെ താഴെയുമായ ഒരിടവിധാനം അവിടുന്ന് സ്വീകരിച്ചു. അവിടെ വെച്ചാണ് അവിടുന്ന് പ്രാണൻ വരിച്ചത്. എന്തിന്? സ്വർഗസ്ഥരായിരിക്കുന്നവർക്കും ഭൂമിസ്ഥരായിരിക്കുന്നവർക്കും ഒരുപോലെ സമീപസ്ഥനാകുവാനാണ് അവിടുന്ന് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ വെച്ച് തൻ്റെ അന്ത്യയാത്ര പറഞ്ഞത്. എല്ലാം പൂർത്തിയായി എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചത് നമുക്ക് ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രാർത്ഥന മാത്രം. ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കേണമേ, സ്വർഗാധിനാഥനെ താതനാം ദൈവമേ, സൂനുവാം ദൈവമേ, റൂഹായാം ദൈവമേ, ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കേണമേ, സകല ജഗത്തിലും സർവയുഗത്തിലും
മാലാഖമാർക്കൊപ്പം രക്ഷിക്കും ദൈവമേ. വിശുദ്ധനാം കുരിയാക്കോസ് ഏലിയാസ് അച്ഛനെ ജ്ഞാനത്തിൻ ദീപമായി നൽകിയ ദൈവമേ. വിശുദ്ധനാം കുരിയാക്കോസ് ഏലിയാസ് അച്ഛനെ താപസശ്രേഷ്ഠനായി നൽകിയ ദൈവമേ. വിശുദ്ധനാം കുരിയാക്കോസ് ഏലിയാസ് അച്ഛനെ ദീനർക്കാലംബമായി നൽകിയ ദൈവമേ. ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കേണമേ. ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കേണമേ. വിശുദ്ധനാം കാർലോയെ ജ്ഞാനത്തിൻ ദീപമായി നൽകിയ ദൈവമേ. ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കേണമേ. വിശുദ്ധനാം കാർലോയെ താപസശ്രേഷ്ഠനായി ലോകർക്കു നൽകിയ ദൈവമേ. ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കേണമേ. ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കേണമേ. വിശുദ്ധനാം കാർലോയെ ദീനർക്കാലംബമായി നൽകിയ ദൈവമേ. ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കേണമേ. സ്വർഗാധിനാഥനെ താതനാം ദൈവമേ. സൂനുവാം ദൈവമേ, റൂഹായാം ദൈവമേ. ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കേണമേ. ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കേണമേ. നാളെ മാതാവിൻ്റെ പിറവിത്തിരുന്നാളാണ്. എല്ലാവർക്കും മാതാവിൻ്റെ പിറവിത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.